ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീത, എൻ്റെ കൂടെ അമ്മയുണ്ട്. ഞങ്ങളിന്ന് മറ്റൊരു അടിപൊളി നാടൻ കിടിലൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണമ്മേ? ഇന്ന് ഒരു മധുരമുള്ള എരിശ്ശേരി. മധുരമുള്ള ഒരു എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ കിട്ടുന്ന പോലത്തെ കറികളാണ് അല്ലേ? ഒരു മധുര കറിയാണ്. അത് എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികളൊക്കെ അത് വാരി തിന്നും. കാരണം അതിൽ എരിവൊന്നും ഉണ്ടാവില്ല. നല്ല മധുരവും അത്യാവശ്യം ചെറിയ എരിവും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണം മത്തങ്ങ, പിന്നെ ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ ഒരു കാൽ പീസ് ഏത്തക്ക, പിന്നെ ഒരു കുറച്ച് ചെറിയ ഒരു പീസ് ക്യാരറ്റ്. ഇത്രയും സാധനങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുകയാണിത്. ഇതിനി വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് അമ്മ ഇതിട്ടോ. ഓക്കെ, ഒരു കുറച്ച് വെള്ളം ഒഴിക്കുക അല്ലേ? ഇത് വേകാൻ വേണ്ട വെള്ളം മാത്രം ഒഴിക്കും. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കാരണം നമ്മൾ കറി കുറുക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട. അത് മതിയില്ലേ? കുറച്ച് വെള്ളം ഒഴിച്ചു. ഓക്കെ, ഇനി അതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് വേണ്ടത്? കുറച്ച് മുളക് പൊടി, കാൽ ടീസ്പൂൺ മുളക് പൊടി. ഓക്കെ, കാരണം എരിവിനല്ല ഇവിടെ പ്രാധാന്യം, മധുരത്തിനാണ്. അപ്പോൾ അതുകൊണ്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, അതൊരു 1/2 ടീസ്പൂൺ ഇപ്പം ചേർത്തേക്കാം അല്ലേ? ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾ, 1/4 ടീസ്പൂൺ മഞ്ഞൾ അല്ലേ? ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർത്ത് അതൊന്ന് ഇളക്കി അത് വേവിക്കാൻ പോവുകയാണ്. അതെടുത്ത് അടച്ചു വെച്ച് വേവിക്കും. പിന്നെ വേണ്ടത് ഒരു പീസ് ശർക്കര. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് തേങ്ങ വറുത്താണ് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചെറിയ തേങ്ങയാണ് ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം കൂടി വേണം. അപ്പോൾ ഈ തേങ്ങ നല്ല പൊടിയായിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ അത് അങ്ങനെ തന്നെ വറുത്ത് ചേർക്കാം. അല്ലെങ്കിൽ ഇതിലിങ്ങനെ പീസായിട്ട് കിടക്കുന്നത് കൊണ്ട് ഇത് വെറുതെ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഇനി അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നല്ല പൊടിയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ അങ്ങനെ തന്നെ വറുത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കഷ്ണമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാനത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാൻ പോവുകയാണ് കേട്ടോ. തേങ്ങ അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തുകൊള്ളുക. നമ്മുടെ താല്പര്യത്തിന് എടുക്കാം. ഇച്ചിരി കൂടുതൽ എടുക്കുകയാണെങ്കിൽ അത്രയും കൂടെ ടേസ്റ്റ് കിട്ടും. ജീരകം കൂടി എൻ്റെ കൂടെ ചേർത്തു. ഇത് അരയ്ക്കുന്നില്ല, നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ. ചതച്ചെടുക്കുന്നു. ഓക്കെ, ഇനി ശർക്കര ഇത് വെന്ത് തുടങ്ങിയപ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഈ ശർക്കരയും കൂടെ ചേർക്കാൻ പോകണം. ശർക്കര അതിൻ്റെ ഉള്ളിൽ കിടന്ന് അലിഞ്ഞ് ചേർന്നോളും. ഓക്കെ, ഇപ്പോൾ കായെല്ലാം വെന്തിട്ടുണ്ട്. ശർക്കര എല്ലാം ഉരുകി കഷ്ണങ്ങളെല്ലാം വെന്ത് നല്ല വെള്ളം എല്ലാം വറ്റി നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇങ്ങനെയാണ് വരേണ്ടത്. ഇതിൽ വെള്ളമൊന്നും പാടില്ല. കറക്റ്റ് ഈ പരുവത്തിലാകുമ്പോൾ എടുക്കുക. ഇനി നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ പാൻ വെച്ചിട്ട് ഈ ചതച്ച് കൊണ്ടുവന്ന തേങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ വറുത്തെടുക്കുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് കടുക് പൊട്ടിക്കണം അല്ലേ? കടുക് പൊട്ടിക്കണം. അതിനായിട്ട് നമ്മൾ എണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഇത്രയും തേങ്ങ നന്നായിട്ട് വറുക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും എണ്ണ ആവശ്യമുണ്ട് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ആയിട്ടുണ്ടാവും ഇത് അല്ലേ? 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായി കഴിയുമ്പോൾ അതിൽ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക. എണ്ണ ചൂടായി. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കാൻ പോകും. 1 ടീസ്പൂൺ കടുക് ഇട്ട് അത് പൊട്ടിക്കുക. കടുക് പൊട്ടി കഴിഞ്ഞ് നമ്മൾ തേങ്ങ ചതച്ചുകൊണ്ട് വന്ന തേങ്ങ ഇടാറുണ്ട്. തേങ്ങ കണ്ട നല്ല പൊടിയായിട്ട് ചതച്ച് എടുത്തിട്ടുണ്ട്, ജീരകവും തേങ്ങയും കൂടെ. അപ്പോൾ അത് ഇനി ഈ അതിലേക്ക് ഇടാൻ പോകണം. നന്നായിട്ട് ഇത്തിരി വേപ്പില, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർക്കാൻ പോകണം.
എണ്ണ കുറവുണ്ട്, കുറച്ച് എണ്ണ കൂടി ഒഴിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഇത്തിരി എണ്ണ കൊണ്ട് ഒഴിക്കാം. മതിയോ? നന്നായിട്ട് മൊരിയണം. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇതെല്ലാം രസമല്ലേ ഇങ്ങനെ വെയിലൊക്കെ കൊണ്ട് ശുദ്ധമായി ശ്വസിച്ച് ഇങ്ങനെ ഔട്ട്ഡോറിൽ എന്താ കുക്ക് ചെയ്യാൻ. ടീച്ചറെ കുറയ്ക്കണമേ. കുറച്ച് കുറക്കണം. ആ തേങ്ങയും വെച്ചാൽ കരിയാനും തേങ്ങയും കറിവേപ്പിലയും കൂടെ നല്ല മൂത്ത് വരുന്നതിൻ്റെ ഒരു മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, നല്ല മണമൊക്കെ ആയി തുടങ്ങി. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ടുണ്ട്. ഇനി അത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച മിക്സിലേക്ക് ചേർക്കാൻ പോകണം. അത് മാറ്റിക്കാമോ? ദേ ഇതിൽ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്നതാണ് ഇതിലേക്ക് തേങ്ങ ചേർക്കാൻ. നന്നായിട്ട് ഇളക്കാം. നമ്മൾ വറുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കഷ്ണമായിട്ട് നല്ല ഇളക്കി യോജിപ്പിച്ച് ഇതേ നമ്മുടെ മധുര എരിശ്ശേരി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഓഫ് ചെയ്യട്ടമ്മേ. ഇനി ഓഫ് ചെയ്തു. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം. പിടിച്ചോ. ആഹാ, അടിപൊളി. കാണാൻ തന്നെ നല്ല ഭംഗി. ഇത് തൃശ്ശൂർ ഭാഗത്ത് ഉണ്ടാക്കുന്ന കറിയാണല്ലേ അമ്മേ? അതെ, അമ്മ തൃശ്ശൂർകാരിയാണ്. അപ്പോൾ അമ്മയുടെ ഒരു സ്റ്റൈലിലുള്ളൊരു കറിയാണിത്. മധുര വറുത്തെരിശ്ശേരി എന്ന് പറയും. അപ്പോൾ നമ്മുടെ മധുരമുള്ള വറുത്ത എരിശ്ശേരി ഇതാ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നല്ല മധുരവും ചെറിയൊരു എരിവും കൂടി ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അത് എല്ലാവർക്കും ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ അത് വാരി തിന്നാൻ തോന്നുന്ന ഒരു ടൈപ്പ് കറിയാണ് അല്ലേ? അമ്മയുടെ ഒരു തൃശ്ശൂർ സ്റ്റൈൽ ആണിത്. തൃശ്ശൂർ ഭാഗത്തുള്ള ആൾക്കാർക്ക് കൂടുതൽ പരിചയം ഉണ്ടാവും, ഈ കറി കഴിച്ച ശീലം ഉണ്ടാവും. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി കറിയാണ്. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്തായി? കൊള്ളാം, സൂപ്പർ. ആ തേങ്ങ വറുത്തതാണ് ഇതിൻ്റെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. വറുത്ത തേങ്ങ നല്ല വെളിച്ചെണ്ണയിൽ നല്ല വറുത്ത കറിവേപ്പിലയും ചേർത്ത് വറുത്ത് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ആ ചേർത്തിരിക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻ്റ്, ആ ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതിൻ്റെ പിന്നെ മധുരം ശർക്കരയും ചേർത്തിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം മറ്റൊരു അടിപൊളി നാടൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.